എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതികളിലൊന്നാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രതിമാസ ധനസഹായമായിട്ട് 1000 രൂപ വീതം 12 മാസത്തേക്കാണ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ധനസഹായം അക്കൗണ്ടിലേക്ക് എത്തുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ അപേക്ഷകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. അതായത് അപേക്ഷകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷം പേർക്കാണ് ആദ്യഘട്ടത്തിൽ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അത്രയും ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് അവസരമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപേക്ഷ വയ്ക്കുവാൻ മറന്നുപോയവർ അല്ലെങ്കിൽ അർഹതയുള്ളവർ, ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവർ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, അതായത് കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കേണ്ടതാണ്. അപ്പോൾ 5 ലക്ഷം എന്നുള്ള പരിധി ഉള്ളത് കൊണ്ട് തന്നെ APL എന്നോ BPL എന്നോ റേഷൻ കാർഡ് ഇവിടെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. സഹായം 2 രീതിയിലാണ് വിതരണം ചെയ്യുന്നത്. അതായത് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. അതിന് മുകളിലേക്ക് ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർ അതൊരു വിഭാഗം. അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, ഇങ്ങനെ 2 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. ഇനി നൈപുണ്യ കോഴ്സുകൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള സ്കിൽ കോഴ്സുകൾ കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളിലോ അതിനോടനുബന്ധിച്ചുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലുമൊക്കെ അടിസ്ഥാന വിഷയങ്ങളിൽ നൽകുന്ന പ്രത്യേക പരിശീലനം, അതായത് സ്കിൽ കോഴ്സുകളാണ് ഇവിടെ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അങ്ങനെയുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സാക്ഷ്യപത്രമുണ്ട്. അതിന്റെ ഫോർമാറ്റ് നമുക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് അത് പൂരിപ്പിച്ച് സൈനും സീലും ചെയ്തൊക്കെ വാങ്ങേണ്ടതാണ്. ഇനി മറ്റൊരു വിഭാഗം ലഭിക്കുന്നത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണ്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ ജോലികൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നവർ, അതായത് മത്സര പരീക്ഷകൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർ ആയിരിക്കണം. അത് മാത്രമല്ല ഏത് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കിവിടെ ഫോർമാറ്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വേണം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. RRB അല്ലെങ്കിൽ ബാങ്ക് മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ UPSC, കേരള PSC അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആനുകൂല്യം ലഭ്യമാണ്. ഇനി അതോടൊപ്പം തന്നെ കരനാവിക വ്യോമസേനകളിലെ റിക്രൂട്ട്മെന്റുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷകൾ വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി രേഖകളിൽ ഏതെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരുടെ വരെ കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രൂവൽ നടത്തിയിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും പിശകുകൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ അപൂർണമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ മാത്രമാണ് റിജക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എത്രയും വേഗം തന്നെ ആപ്ലിക്കേഷൻ വയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അപേക്ഷ വെച്ചവർക്ക് ആദ്യ ഗഡുവിന്റെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 2ാം ഗഡുവൊക്കെ മാർച്ച് മാസത്തിലേക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം എല്ലാം അപേക്ഷ വെച്ച ഗുണഭോക്താക്കൾക്കും ആദ്യ ഗഡു വിതരണം ചെയ്യുന്നതിനാണ് ഇപ്പോൾ സർക്കാർ മുൻഗണന നൽകുന്നത്. ആദ്യ ഗഡു അക്കൗണ്ടിൽ എത്തിയ ശേഷമായിരിക്കും അടുത്ത ഗഡുവിന്റെ വിതരണം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 10,000 ഗുണഭോക്താക്കൾക്കാണ് വിതരണം നടത്തിയത്. അതിനുശേഷം അപേക്ഷ വെച്ചവരുടെ എല്ലാം അപ്രൂവലായി അവർക്ക് കൂടി ഗഡു വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തോടെ ആയിരിക്കും നമുക്ക് 2ാം ഗഡുവായിട്ടുള്ള രൂപയുടെ വിതരണം നമുക്ക് നടക്കുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമുക്ക് 12 മാസത്തെ ഗഡുക്കൾ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.